ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ദാറി ഹിയോനോട് ഇവന് ഒരു പ്രശ്നം വരണ്ട എന്ന് വിചാരിച്ച് ഇവളായിട്ട് തന്നെ ബ്രേക്കപ്പ് പറയുന്നതാണ്. അതിനുശേഷം പിറ്റേന്ന് ഇവളുടെ ജോലി പോയ കാര്യമൊന്നും ഇവളുടെ അമ്മ അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവളോട് വന്ന് എനിക്ക് മോളെ നിനക്ക് ജോലിക്ക് പോകണ്ടേ എന്ന് ചോദിച്ച് വരുമ്പോഴാണ് ഇവൾ അമ്മയുടെ കാര്യങ്ങൾ എല്ലാം തുറന്ന് പറയുന്നത്. അത് കേട്ട് അമ്മ ഭയങ്കരമായിട്ട് തകർന്നു പോവാണ്. ഇവൾ ഇങ്ങനൊരു കള്ളം പറഞ്ഞാണ് ജോലിക്ക് കയറിയത് എന്ന് അമ്മയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇവര് ഇങ്ങനെയൊന്നും അല്ലല്ലോ വിചാരിച്ചിരുന്നത്. പക്ഷെ എല്ലാം കൂടി ഇവളുടെ തലയിൽ വന്നപ്പോൾ തനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോഴും അമ്മ എന്നാ പോലും ഇവളത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുമ്പോ താരയും അമ്മയെ ആശ്വസിപ്പിച്ച് അമ്മ വിഷമിക്കണ്ട, ഞാൻ എന്തായാലും ഹീവനോട് ബ്രേക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നത്തിൽ പുള്ളിയെ കൂടെ വലിച്ചിടുന്ന എന്തിനാ? ഇത് കുഴപ്പമില്ല, ബാക്കി കടങ്ങളൊക്കെ ഞാൻ എന്തായാലും എങ്ങനെയെങ്കിലും തീർത്തോളാം, ഞാൻ വേറൊരു ജോലി കണ്ടുപിടിച്ചോളാം എന്ന് പറയുമ്പോൾ അമ്മ ഇവളോട് ഒന്നും വേണ്ട, നമുക്ക് വീട് വെക്കാം എന്ന് പറയുകയാണ്. കാരണം ഇതെല്ലാം വരുത്തി വെച്ചത് ഇവരുടെ മറ്റൊരു മകളാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരുടെ വീട് വിറ്റ് കടം തീർക്കാം എന്ന് പറയുമ്പോൾ ധാരി ഇവര് ഈ വീട് വിറ്റാല് ഇവർക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് നൽകിയ ആ ഒരു പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. വിൽക്കുന്ന പൈസയുടെ നല്ലൊരു ഭാഗം തന്നെ അവന് കൊടുക്കേണ്ടി വരും. മാത്രമല്ല അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു വീടാണല്ലോ ഇവരുടേത്. സോ അച്ഛന്റെ ഓർമ്മകളുള്ള ഒരു വീടാണ്. അത് വിൽക്കുന്നതിനോട് ധാരിക്ക് ഒരു താല്പര്യമില്ല. ഇത് നമ്മൾ എങ്ങനെ വിൽക്കുന്നത് എന്ന് അമ്മയോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇനിയും ഇതൊക്കെ കാരണം ഇവള് കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കാണാൻ അമ്മയ്ക്ക് വയ്യ. ഉള്ള കടമൊക്കെ എങ്ങനെയെങ്കിലും അടച്ചു തീർക്കാം, ബാക്കി വരുന്നതൊക്കെ നമുക്ക് പിന്നീട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വീട്ടാം എന്നാണ് പറയുന്നത്. അച്ഛനായാലും ഇപ്പോൾ ഇത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീടൊക്കെ വിറ്റിട്ട് ഇവർക്ക് നാട്ടില് ഇവരുടെ റിലേറ്റീവ്സ് ഉണ്ട്, അവരുടെ അടുത്തേക്ക് പോകാം എന്നാണ് അമ്മ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹിയോ ധാരി എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ച് ഇവൻ അവളുടെ പേര് ക്ലിയർ ആക്കുന്ന ആ ഒരു ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനായിട്ട് ആ ഒരു ഇമെയിൽ ഐ ഡി യൂസ് ചെയ്ത ആളുകളുടെയൊക്കെ യഥാർത്ഥ ഡീറ്റെയിൽസിലേക്ക് ഇവൻ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴെല്ലാം തന്നെ ധാരി ഇവനോട് ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ ഒരു കാര്യം ഇവനെ നല്ലോണം തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ ഈ ഒരു വീട് ഏതാണ്ട് സെല്ലായിരിക്കുകയാണ്. ഇവള് വളരെ വിഷമത്തിലാണ് ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. സ്വന്തം വീട് സ്ഥലമൊക്കെ എന്തായാലും ഒരുപാട് മിസ് ചെയ്യുമല്ലോ. ഒരു താല്പര്യമില്ല ഇവൾക്ക് ഈ ഒരു വീട് വിട്ട് പോകാൻ, പക്ഷെ പോയാലേ പറ്റൂ. മാത്രമല്ല ഹിയു ഭയങ്കര കോമഡി ആയിട്ട് അവിടെ ബാത്റൂമിൽ ഒരു ലക്ഷറി ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അത് കാണുമ്പോൾ ഇവള് ഹിയുവിനെ നല്ലോണം തന്നെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയെങ്കിലും അതിൽ നിന്നൊക്കെ റിക്കവർ ആയാലേ പറ്റൂ എന്ന് വിചാരിച്ച് ഇവള് ഒന്നും ഓർക്കാതെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതിനുശേഷം ഇപ്പോൾ പിറ്റേന്ന് മെയിൻ ഹിയുവിനോട് വന്ന ഒരു കാര്യം പറയാണ്. ആ ഒരു മോംസ് ജോയ് എന്ന കമ്പനിയിലെ ടീം ലീഡർ കുറച്ച് ദിവസം മുന്നേ അധികൃത ഡീലിംഗ്സ് നടത്തിയതായിട്ട് മിൻ കണ്ടുപിടിച്ച് വന്നിരിക്കുകയാണ്. ഹിയോന് ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു ടീം ലീഡറിന് വലിയൊരു തുകയും കാര്യങ്ങളൊക്കെ കൊണ്ടുകൊടുത്ത വ്യക്തിയെ കണ്ട് ഇവൻ ഷോക്കായി പോവാണ്. കാരണം അന്ന് അവിടെ തീയും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നല്ലോ, ആ വ്യക്തി ഇതേ ആളാണ് എന്നിവര് മനസ്സിലാവാണ്. അയാളുടെ ആ ഒരു കണ്ണുകൾ മാത്രമാണ് ഇവന് അയാളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ധാരാളം. ഫൈനലി ആ ഒരു വ്യക്തിയുടെ മുഖം ഇവൻ ക്ലിയർ ആയിട്ട് ഇപ്പൊ കണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഹിയോ ധാരിയെ അന്വേഷിച്ച് ഇവളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഫുള്ള് ലോക്കാണ്. ആ ഒരു വീട് വിറ്റല്ല, ഇവനത് അറിഞ്ഞിട്ടില്ല. അവളുടെ ഫോണിലും കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നേരെ വൂവിനെ തപ്പി ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്നിട്ട് ധാരി എവിടെയാണ്, അവളുടെ പേര് ക്ലിയർ ചെയ്യാനുള്ള എല്ലാ എവിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ധാരിയെ അന്വേഷിക്കുമ്പോൾ വൂ അത് പറയാൻ തയ്യാറാവുന്നില്ല. കാരണം ഇവൻ മുന്നേ തന്നെ ഹിയോനോട് അവളെ അറിയിപ്പിക്കരുത് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇവന് തെറ്റിച്ചത് കൊണ്ട് തന്നെ എനിക്കറിയില്ല, നീ ഇനി അവളുടെ പിന്നാലെ നടക്കാത്തതാണ് അവൾക്ക് നല്ലത് എന്ന് പറയുമ്പോൾ ഹിയോ ഞാൻ ശരിക്കും അവളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിപ്പോ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലും, അത് നീ ഒന്ന് മനസ്സിലാക്കുക എന്ന് ഭയങ്കര ഇതായിട്ട് പറയുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ ധാരി അവളുടെ അങ്കിളിനും ആന്റിയോടൊപ്പം ഒരു ഗ്രാമപ്രദേശത്തൊക്കെയാണ് ഉള്ളത്. അങ്കിളിന് സ്വന്തമായിട്ട് കൃഷിയും ഒക്കെ ഉണ്ട്. അമ്മയും ഇവളും അവരോടൊപ്പം ആ ഒരു പരിപാടിയിലൊക്കെ കൂടുകയാണ്. ആ ഒരു സമയത്ത് അവര് നാട്ടുപ്രദേശത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് ഇവരുടെ അവിടുത്തെ ഒരു തലവന്റെ മകനാണ്. സാങ് എന്നാണ് പുള്ളിക്കാരന്റെ പേര്. കുട്ടിക്കാലത്ത് ഇവരോടൊപ്പം കളിച്ചിരിച്ച് നടന്ന ഒരു പയ്യനാണ്. അവനിപ്പോ അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന പൈസയും കാര്യങ്ങളൊക്കെ സമ്പാദിക്കാൻ അറിയാവുന്ന ഒരു പയ്യനാണ്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ അങ്കിള് ഭയങ്കര പെരുമയിൽ പറഞ്ഞിട്ട് അവൻ നാളെ എന്തായാലും ഇങ്ങോട്ട് വരുന്നുണ്ട്, നീ ഒരു ഹായ് പറയണം കേട്ടോ, അവൻ സിംഗിൾ തന്നെയാ, നീയോ സിംഗിൾ അല്ലേ എന്ന് അങ്കിള് ചോദിക്കുമ്പോ, അതായത് ഒരു കല്യാണം സെറ്റാക്കുന്ന രീതിയിൽ അങ്കിള് ചോദിക്കുമ്പോ ഇവൾക്ക് അല്ലാന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവള് വീട്ടിൽ വന്നിട്ട് ഇവളുടെ ജോലിയും ഫ്രണ്ട്സിനെയും ഹിയോനെയും ആ ഒരു നാടും എല്ലാം നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഫോട്ടോസും അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് ഒരുപാട് റെക്കോർഡിംഗ് ഒക്കെ ഇവളെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ന് ഹിയോ ഇവളെ റെക്കോർഡ് ഓണാക്കി വെച്ചിട്ട് പോയതിനു ശേഷം ഹിയോ കയറിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് പെട്ടെന്ന് അവിടെ പ്ലേ ആവുകയാണ്. അവൻ അന്ന് ഇവളോട് പറഞ്ഞിരുന്നത്, ഞാൻ ശരിക്കും പോവാണ്, എനിക്ക് നിന്നെ വിട്ടുപോകാനായിട്ട് ഒരു താല്പര്യമില്ല, രാത്രിയായാലും പകലായാലും എനിക്ക് നിന്നോട് പിരിക്കാനാണ് ഇഷ്ടം, അത് നീ എന്താ ഒന്നും മനസ്സിലാക്കാത്തത്, എന്നെ നിനക്ക് ഒന്നിവിടെ പിടിച്ചെടുത്തിയാലോ എന്താ
എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇവളുടെ ഫീലിങ്സ് അറിയിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് ആയിരുന്നല്ലോ അത്. മാത്രമല്ല ഇവന്റെ അമ്മയുടെ ആ ഒരു പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഉടനെ തന്നെ വിവാഹം കഴിക്കും, ഒരുപാട് നാളെ ഞാൻ നിന്നെ കാത്തിരിപ്പിക്കില്ല എന്നൊക്കെ ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഇവൾക്ക് ഭയങ്കര സങ്കടാവാണ്. ഹിയോന്റെ അടുത്തുനിന്ന് ഇഷ്ടം ഉണ്ടായിട്ട് പോലും ഇവളിപ്പോ ഒരുപാട് അകലെയാണല്ലോ ഉള്ളത്. പക്ഷെ അന്ന് നൈറ്റ് ഹിയോ ഇപ്പോ ഇവര് സ്റ്റേ ചെയ്യുന്ന ആ ഒരു ഗ്രാമപ്രദേശത്തെ അങ്കിളിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. തന്നെ ആയിരിക്കണം ലാസ്റ്റ് മനസ്സ് മാറ്റിയിട്ട് ഇവന് ഈ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. പക്ഷെ പാതിരാത്രി ഹിയോ അങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടുത്തെ തട്ടലും മുട്ടലും കിട്ട് പെട്ടെന്ന് അങ്കിള് വിചാരിക്കുന്നത് ഇവിടെ കള്ളന്മാര് കയറിയതായിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവനെ തല്ലാനും പിടിക്കാനൊക്കെ വാളും എടുത്ത് വെച്ച് വരികയാണ്. പക്ഷെ ഹിയോ, സാർ നിങ്ങൾ ഞാൻ പറഞ്ഞതൊന്ന് കേൾക്കുക, ഞാൻ കള്ളനൊന്നും അല്ല എന്ന് പറഞ്ഞ് ഇയാളുടെ വെട്ടി കൊള്ളാതിരിക്കാനായിട്ട് ഇവന് ഒരു പാത്രമൊക്കെ എടുത്ത് കളരിപ്പയറ്റ് നടത്താണ്. പുറത്ത് ആ ഒരു വലിയ ബഹളവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ആന്റിയും താരയുടെ അമ്മയൊക്കെ ഇറങ്ങി വരുമ്പോഴാണ് അങ്കിള് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് ഹിയോനോടാണ് എന്ന് മനസ്സിലാവുന്നത്. അങ്കിളും പെട്ടെന്ന് ദാരയോട് നിനക്ക് ഇവനെ അറിയാമോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഇത് എന്റെ ബോസ് ആണ് എന്ന് പറയാണ്. അതുകൊണ്ട് മാത്രം അങ്കിൾ ഇവനെ വെറുതെ വിടുന്നു, കൊല്ലുന്നില്ല. ഹിയും ഇവളോട് തനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഇവള് ഇല്ല എനിക്ക് ഒന്നും സംസാരിക്കാനില്ല, നിങ്ങൾ പാതിരാത്രി ഇങ്ങോട്ടേക്ക് വന്നതിനാ, തിരിച്ചു വെക്കോ, എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് ഇവനെ പറഞ്ഞുവിടാൻ നോക്കുമ്പോൾ ഹിയോ, ഞാൻ ഇത്രയും ധൃതിപ്പെട്ട് ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നത് എന്തിനാണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നിനക്ക് ചോദിച്ചൂടെ, ഞാൻ ഒരു തൊലി ആഹാരവും വെള്ളം പോലും കഴിയാതെയാണ് ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നത് എന്ന് പറയുമ്പോൾ അത് കേട്ട് ഈ ആന്റിക്ക് ഭയങ്കര ഫീൽ ആയിട്ട് ആണോ മോനെ എന്ന് ചോദിച്ച് ഇവരെ അകത്തേക്ക് വിളിച്ച് വിഭവസമൃദ്ധമായി ഒരു സദ്യ തന്നെ പ്രിപ്പയർ ചെയ്ത് നൽകുകയാണ്. പക്ഷെ ഇവന്റെ മുന്നിലിരുന്ന് ഇവൻ കഴിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കാണ് അഭിപ്രായം കേൾക്കാനായിട്ട്. പക്ഷെ ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവനത് കഴിക്കാനും ആവുന്നില്ല. എങ്കിലും വേറെ നിവർത്തിയില്ലല്ലോ. സോ അവനത് ട്രൈ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആന്റിക്കും ഭയങ്കര സന്തോഷമായിട്ട്, അല്ല മോനെ നീ എന്താ ഈ പാതിരാത്രി ഇങ്ങോട്ട് വന്നത്, നിങ്ങൾ തമ്മിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അതെ എന്നാണ് പറയുന്നത്. പക്ഷെ ദാരി ഇല്ലില്ല, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല, ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ല, ഇതെന്റെ എക്സ് ആണ് എന്ന് പറയുന്നത് കേട്ട് അങ്കിളിന് സമാധാനം ആവുകയാണ്. അങ്കിള് ഓൾറെഡി ഒരു ആലോചനയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ അത് നന്നായി പറയാം, അല്ലെങ്കിൽ നിനക്ക് ചേരുന്നത് സാങ് തന്നെയാ എന്ന് പറയുമ്പോ ഹിയോ അത് കേട്ട് സാങ്ങോ അതാരാ എന്ന് ചോദിക്കുമ്പോ അങ്കിള് ഭയങ്കര സന്തോഷത്തില് അത് ദാരിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ്, അവനിപ്പോ ഒരുപാട് പൈസയുണ്ട്, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന പയ്യനാ, തങ്കപ്പെട്ട സ്വഭാവമാണ് എന്ന് പറയുമ്പോ ഹിയോ, ഞാൻ ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് എന്നല്ല, ഞാൻ ഇവളുടെ കറണ്ട് ബോയ് ഫ്രണ്ട് ആണ്, ഞാൻ ഇവളെ തിരിച്ചു കൊണ്ടുപോകാനാ വന്നത് എന്ന് പറയുമ്പോ അങ്കിള് ഇവളോട് നീ തിരിച്ചു പോകണ മോളെ എന്ന് ചോദിക്കുമ്പോ ധാരി ഇല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല, പുള്ളി വെറുതെ പറയുന്നതാണ് എന്ന് പറയുമ്പോ അങ്കിളും അതേ മോളെ നീ പോണ്ട, നീ കല്യാണം കഴിച്ച് ഇവിടെ തന്നെ സെറ്റിൽ ആവാൻ നോക്ക്, ഇവിടുത്തെ ലൈഫൊക്കെ വേറെയാണ്, ഇനി നീ സിറ്റിയിലേക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ ഇവൾക്ക് അങ്കിളിനോട് അങ്ങനെ എതിർത്തൊന്നും പറയാനൊന്നും പറ്റുന്നില്ല, താല്പര്യമില്ല എങ്കിൽ പോലും. അതിനുശേഷം ഹിയോ ഇവളോട് സംസാരിക്കാനായിട്ട് വിളിപ്പിക്കുമ്പോൾ ഇവനോട് തിരിച്ചു പോകാനായിട്ടാണ് പറയുന്നത്. പക്ഷെ ഹിയോന് ഇപ്പൊ ആ ഒരു കുറ്റവാളിയുടെ ചിത്രങ്ങളൊക്കെ കിട്ടിയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവളെ എടുത്ത് അത് കാണിക്കുകയാണ്. ആ ഒരു മോംസ് ജോയ് കമ്പനിയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചത് ഇവനാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു തീപിടുത്തം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് പിന്നിലും അതുപോലെ ഇവരുടെ പ്രോജക്റ്റ് ചോർത്താൻ ശ്രമിച്ചതിന് പിന്നിലും ഈ ഒരു വ്യക്തി തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇയാളെ പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വരും. അതിന്റെയൊക്കെ പിന്നില് ആ ഒരു വ്യക്തിയുടെ പിന്നിലുള്ള യഥാർത്ഥ വ്യക്തിയെ ഇവർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഹിയോനെ എന്തായാലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ക്ലിയർ ആയിട്ട് ആരാണ് അതിന് പിന്നിലെന്ന് പറയാൻ പറ്റില്ലല്ലോ, തെളിവ് വേണം. സോ അയാളെ പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇവളുടെ പേര് ക്ലിയർ ആകും എന്നൊക്കെ പറയുമ്പോൾ ഇവൻ ഇത്രയും ദൂരം ഇവൾക്ക് വേണ്ടി ഇവൾ ബ്രേക്കപ്പ് പറഞ്ഞിട്ട് പോയിട്ട് പോലും കണ്ടിന്യൂ ചെയ്തല്ലോ ഇവന്റെ ആ ഒരു ശ്രമം, അത് ഇവൾക്ക് തന്നെ വിശ്വസിക്കാനാവുന്നില്ല. മാത്രമല്ല ഹിയോനെ ഇപ്പോ മനസ്സിലായി ഇവന് വെച്ച ഒരു പണിയായിട്ടാണ്, അതായത് ഇവന്റെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ടാണ് ദാരിയെ വേദനിപ്പിച്ചതും ആ ഒരു കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതെന്ന്. സോ അത് പറഞ്ഞിട്ട് ഇവളോട് നീ എത്രയും പെട്ടെന്ന് എൻ്റെ കൂടെ തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ ദാരി അല്ല, ഞാൻ നിങ്ങളുടെ വീക്ക്നെസ് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ ബാധിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹിയോ, ഞാനും നീയും രണ്ടായിട്ട് നിന്നാലാണ് അവർക്ക് സന്തോഷം കിട്ടുന്നത്, എത്രയും പെട്ടെന്ന് നീ തിരിച്ചു വന്നോ, നീ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവില്ല, നീ അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോവേയില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് അവിടെ ഷൂവും ഷോക്സും എല്ലാം ഒരു കളയാണ്. പക്ഷെ അപ്പോഴേക്കും അങ്കിള് അങ്ങോട്ടേക്ക് വന്ന് അല്ല നിങ്ങൾ ഇതുവരെ സംസാരിച്ചു കഴിഞ്ഞല്ലേ, തൽക്കാലം ഇത്രയൊക്കെ മതി, രാവിലെ നേരത്തെ എണീക്കാനുള്ളതാ, പോയി കിടന്ന് ഇറങ്ങാനൊക്കെ എന്ന് പറഞ്ഞ് അങ്കിളിനോടൊപ്പം കിടക്കാനായിട്ട് ഹിയോനെ വിളിക്കുകയാണ്. ഹിയോ ഇവളോടൊപ്പം കിടന്നോളാം എന്ന് പറയുന്നുണ്ട്, പക്ഷെ അങ്കിള് സമ്മതിക്കുന്നില്ല, അതൊക്കെ അങ്ങ് സിറ്റിയില്, ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവനെ വിളിച്ചുകൊണ്ട് പോവാണ്. അതിനുശേഷം നമ്മളെ പറ്റിയതാണ് കാണുന്നത്. അങ്കിള് അത് രാവിലെ തന്നെ എണീറ്റ് തോട്ടത്തിലൊക്കെ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹിയോനോടും എഴുന്നേക്കാനായിട്ട് പറയുന്നു, പക്ഷെ അവൻ നല്ല ഉറക്കത്തിലാണ്. അല്ലെങ്കിലോ അതൊക്കെ സാങ്, അത് രാവിലെ എണീറ്റ് അവൻ ചെയ്യാത്ത പണിയില്ല, അല്ലേലും എന്റെ മരുമകനാവാൻ അവന് തന്നെ യോഗ്യത കൂടുതൽ എന്ന് പറയുന്നതേ ഉള്ളൂ. ഹിയോ നീ തന്നെ ചാടിക്കുട്ടി എഴുന്നേൽക്കുകയാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമല്ല, ഞാൻ അത് എഴുന്നേറ്റു, എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇവനും ആ ഒരു തോട്ടത്തിലേക്ക് ഇപ്പോൾ അവരോടൊപ്പം എത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവനും കഷ്ടപ്പെട്ട് അവിടെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നു. അത് കാണുമ്പോൾ ഇവൾക്ക് പാവം തോന്നാണ്. എന്നാൽ അപ്പോഴേക്കും ഒരു വലിയ വണ്ടിയിൽ മാസായിട്ട് ഒരാള് കടന്നു വരികയാണ്.
ഇതാണ് സാങ്. അങ്കിളിനെ ഇവനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് ഇവനെ ഹിയോനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഹിയോ മനസ്സിൽ ഓ ഇതാണല്ലേ ഈ അവതാരം എന്ന രീതിയിലാണ് ഇവനെ നോക്കുന്നത്. ദാരിയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവനെ കാണുന്നത് കൊണ്ട് തന്നെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അതൊന്നും തന്നെ ഹിയോനെ പിടിക്കുന്നില്ല. എന്നിട്ട് ഹിയോ ആരാണ് എന്ന് ഡാഡിയോട് ഇവൻ ചോദിക്കുമ്പോൾ ഹിയോ പെട്ടെന്ന് ഞാൻ ഇവളുടെ ബോയ് ഫ്രണ്ട് ആണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്കിള് അത് തിരുത്തി അല്ലല്ല എക്സ് ബോയ് ഫ്രണ്ട് ആണ് എന്ന് സാങ്ങിനോട് പറയാണ്. അതിനുശേഷം ഹിയോയും പഴവും കാര്യങ്ങളൊക്കെ ഇവൻ അറിയാവുന്ന രീതിയിൽ അത് കട്ട് ചെയ്ത് എടുക്കുന്നു. ഇവൻ വിചാരിക്കുന്നത് ഇവനെല്ലാം ഇപ്പോ പഠിച്ചു എന്നാണ്. പക്ഷെ സാങ് അങ്ങോട്ടേക്ക് വന്ന് ഇവന്റെ വിചാരങ്ങളെല്ലാം തകർക്കാണ്. ഹോയ് ഹോയ് എന്ന് പറഞ്ഞ് അവൻ അവിടെയുള്ള എല്ലാ പഴങ്ങളും ഒരൊറ്റ കട്ടില് എല്ലാം താഴെ ഇടുകയാണ്. അത്രയും പ്രൊഫഷണൽ ആയിട്ട്. ഹിയോ ഇത് കണ്ട് നല്ലോണം തന്നെ തളരുന്നു. അതുകൊണ്ട് ദാരിയും ഇംപ്രസ് ആയി സാങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതിനുശേഷം ഇവൻ പറിച്ചെടുത്ത ആ ഒരു പഴങ്ങളൊക്കെ ഒരു ബക്കറ്റിലിട്ട് അതെടുത്തോണ്ട് പോകാൻ വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. എന്നാൽ സാങ് ആ സമയത്ത് 4ഉം 5ഉം ബക്കറ്റില് ഫുള്ള് പഴങ്ങൾ ഒരു കൂസലില്ലാതെ തൂക്കിക്കൊണ്ട് പോവുകയാണ്. അങ്കിളിന്റെ മുന്നിൽ നല്ല പേരെടുക്കാനായിട്ട് ഇവൻ ഒരുപാട് പെടാപാട് പെടുന്നുണ്ട്. പക്ഷെ സാങ് തന്നെയാണ് ക്രെഡിറ്റ് എല്ലാം കൊണ്ടുപോകുന്നത്. എങ്കിലും അതിനുശേഷവും ഹിയോ ഭയങ്കരമായിട്ട് അവന്റെ ആ ഒരു ജോലിയൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദാരിക്ക് സാങ് വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് അവിടെ ഒരു കൊടയൊക്കെ കൊണ്ടുപോയി കുത്തിക്കൊടുത്തിട്ട് ഈ ചൂടത്ത് ഐസ് കുടിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് ഒരു ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഇവൾക്ക് കുടിക്കാനായിട്ട് എടുത്തു കൊടുക്കുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഹിയോന്റെ കയ്യിൽ നിന്ന് ആ ഒരു ബോക്സ് തറയിൽ വീണ് അതിലുണ്ടായിരുന്ന പഴങ്ങൾ എല്ലാം തന്നെ തെറിച്ചു പോവുകയാണ്. പെട്ടെന്ന് തന്നെ ദാരിയും അവനോടൊപ്പം പോയിട്ട് അത് പെറുക്കാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്നു. അത് കാണുന്ന സമയത്ത് അവർ തമ്മിൽ എക്സ് എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല. അവർക്ക് രണ്ടുപേർക്കും ഇപ്പോഴും ഇഷ്ടം തന്നെയാണ് എന്ന കാര്യം സാങ്ങിന് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ഹിയോനെ ഇന്നത്തെ ജോലിയുടെ ക്ഷീണം കാരണം നാട്ടുകൊടുക്കാൻ വയ്യാതായിരിക്കുകയാണ്. ശരീരം ഫുള്ള് പെയിനായിട്ട് എനിക്ക് അവിടെ വേദനയോ ഇവിടെ വേദനയോ എന്ന് പറഞ്ഞ് ദാരിയോട് തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പറയാണ്. ദാരിയും ഇവനോട് ഇതെന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും അങ്കിളിന് മുന്നിൽ നല്ല പേരെടുക്കാൻ വേണ്ടിയിട്ടല്ല, എല്ലാം ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ല ചെയ്തത്, പക്ഷെ ഇത്രയും വെല്ലുവിളി ആയിരിക്കും ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവനെ വഴക്ക് പറയാണ്. പക്ഷെ അതെല്ലാം തന്നെ കേട്ട ഹിയോ അപ്പോ നീ എന്റെ കാര്യത്തിൽ കെയർ കാണിക്കുന്ന സ്ഥിതിക്ക് എന്നോട് ഇഷ്ടം തന്നെ ആണല്ലേ, അതുകൊണ്ടല്ലേ നീ എന്നെ വഴക്ക് പറയുന്നത് എന്ന് ചോദിക്കാൻ പോയവള് ആര് നിങ്ങളുടെ കാര്യത്തിൽ കെയർ കാണിച്ചോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഹിയോ പെട്ടെന്ന് ഇവളെ ഹോൾഡ് ചെയ്ത് പിടിക്കാണ്. ഞാൻ എന്തോരം നിന്നെ മിസ് ചെയ്തെന്നറിയോ, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് സോൾവ് ആയി. അല്ലെങ്കിലും അവരുടെ ഇഷ്ടത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതിനുശേഷം അന്ന് നൈറ്റ് ഹിയോ തിരിച്ച് സിറ്റിയിലേക്ക് പോവുകയാണ്. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് ഇവൻ അങ്ങോട്ടേക്ക് വിളിക്കും. അപ്പൊ ഇവളോട് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല ദാരിയും ഇവനൊരു USB കാര്യങ്ങളൊക്കെ കൊടുക്കാണ്. ഇവളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്ന ഇവൾ കളക്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടല്ലോ ആ ഒരു പ്രോഡക്റ്റിനെ പറ്റി, ഇവളാണ് അതിന്റെ യഥാർത്ഥ ശില്പി എന്ന് അറിയാനായിട്ട് ഒരുപാട് തെളിവുകൾ എന്തെങ്കിലുമൊക്കെ ഇവളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. 8 ദിവസത്തെ കാര്യങ്ങൾ ഇവള് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഇവന് ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് അത് ദാരി ഇവനെ ഏൽപ്പിക്കുകയാണ്. മാത്രമല്ല അമ്മയും ഹിയോനോട് വന്ന് ദാരി കാരണം എന്തെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി പറഞ്ഞിട്ട് ഇവന് പോകുമ്പോൾ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്താണ് വിടുന്നത്. അവനും ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് അമ്മ ഇവളോട് നിന്റെ അങ്കിളും ആന്റിയൊക്കെ ചിലപ്പോൾ സാങ്ങിനായിരിക്കും വോട്ട് ചെയ്യുന്നത്, പക്ഷെ എന്റെ വോട്ട് എപ്പോഴും ഹിയോന് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഗൈസ്, ഇത് 14 എപ്പിസോഡുള്ള ഒരു ഡ്രാമയാണ്. പക്ഷെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി ഒരു 2 എപ്പിസോഡ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ സെക്കൻഡ് ചാനലിൽ അവർ യൂണിവേഴ്സ് എന്ന ഒരു കിടിലൻ ഡ്രാമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം.